പറഞ്ഞോളൂ. Hi, good morning. Thank you for doing this video, and I am extremely happy to share my experience of last 55 or so years here in North America. Fortunately or unfortunately, I'm one of the first immigrants here, landed here in 72 for higher studies. I had other plans way back in India, but God's way was different. I landed here. First, I landed in Chicago. I actually lived in my entire life in Chicago, and I came here for higher studies for business management. I must say that my entire life I was a student of many trades. First business management and computer science. Then I had done many side things and I had licenses in many fields. All these years I was very active in ministry in different ways. I will talk to you ലേറ്റർ. താങ്ക് യു അച്ഛാ. Okay. അച്ഛൻ്റെ നാട് എവിടെ ആയിരുന്നു പറഞ്ഞത്? ഓക്കെ. താങ്ക് യു അച്ഛാ. ടൈറ്റസ് ജോർജ്. എവിടെ നിന്നാണ് വരുന്നത്? ഇമ്മാനുവൽ CSI ചർച്ച് എലിസബത്ത്. എവിടെ? ഇമ്മാനുവൽ CSI ചർച്ച് എലിസബത്ത്, ന്യൂജേഴ്സി. ന്യൂജേഴ്സി. ഓക്കെ. നാട്ടിലെവിടെയാണ് സാർ? നാട്ടിൽ കൊല്ലത്ത്. അവിടെ ഏത് CSI ആയിരുന്നു? CSI കൊല്ലം ടൗണിൽ തന്നെ. ക്രൈസ്റ്റ് ചർച്ച്. ന്യൂജേഴ്സിയിലായിട്ട് എത്ര വർഷമായി? ന്യൂജേഴ്സിയിൽ വന്നിട്ട് 30 years. ഓക്കെ. ഇന്നാണോ വരുന്നത്? അല്ല, ഞാൻ ആദ്യം തേഴ്സ്ഡേ മുതലാണ് അല്ലേ? ട്യൂസ്ഡേ ഓക്കെ. തന്നെയാണോ വന്നത്? തന്നെയാണ്. ഓക്കെ. റിട്ടയർ ആണോ അതോ ജോലി? അല്ല, ഞാനൊരു ഡെന്റിസ്റ്റാണ്, പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ. ഓൺ ഇതാണോ? അല്ല, അത് ശരി. എത്ര കൂടെ സ്റ്റാഫൊക്കെ ഉണ്ട്? ഒരു അസിസ്റ്റന്റ്. അങ്ങനെ ഡെന്റിസ്ട്രി അടുത്തും കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഡെന്റിസ്ട്രി ഇവിടെ വന്ന് പഠിച്ചാണോ അതോ നാട്ടിൽ? ഞാൻ ട്രിവാൻഡ്രത്ത് പഠിച്ചു. അവിടെ നിന്ന് ഇവിടെ വന്ന് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. 2000 ഗ്രാജുവേറ്റ്. ഓക്കെ. മീറ്റിംഗ് യു ഡോക്ടർ. ഓക്കെ. സിബ്ലിങ്സ് ഇവിടെ ഉണ്ടോ? എൻ്റെ ബ്രദറും സിസ്റ്ററും ഉണ്ട് ഹ്യൂസ്റ്റണിൽ. ന്യൂജേഴ്സിയിലാണ്. ഒരാൾ ഷിക്കാഗോ, ഒരാൾ ന്യൂയോർക്ക്. പതിവായിട്ട് വരാറുണ്ടോ കോൺഫറൻസിന്? ഞാൻ ഇപ്പോൾ 25 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടല്ലേ? ഓക്കെ. സാറിനെ കണ്ടതായിട്ട് ഓർമ്മയുണ്ട് ഡോക്ടർ. താങ്ക് യു. നൈസ് ടോക്കിംഗ് ടു യു. ശരി. എൻ്റെ പേര് വില്യം. നാട്ടിലെവിടെ? വില്യം ജോർജ്. ഞാൻ നാട്ടിൽ കായംകുളം ഞക്കനാൽ CSI ചർച്ചാണ്. ഓക്കെ. ഡാളസിലാണോ? ഡാളസിൽ CSI കോർഡിനേഷൻ. ഓക്കെ. എത്ര വർഷമായി ഡാളസിൽ ഞാൻ കഴിഞ്ഞ 29 വർഷത്തോളമായിട്ട് ഡാളസിലാണ്. അതിനു മുമ്പ് ഞാൻ ഏതാണ്ട് 19 വർഷത്തോളം ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു. എവിടെയായിരുന്നു? ഞാൻ സൗദി അറേബ്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഏകദേശം ഇത്രയും വർഷങ്ങളായി, 29 വർഷത്തോളമായി. അന്ന് മുതൽ CSI കോൺഗ്രിഗേഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം ആ സഭയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചർച്ച കമ്മിറ്റികളൊക്കെ. പുതിയ അച്ഛനൊക്കെ വന്നിട്ടുണ്ടല്ലേ? പുതിയ അച്ഛനൊക്കെ ഈ വർഷം ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് പുതിയ അച്ഛൻ വന്നു. സുഖവച്ചൻ ഇവിടെ അല്ലായിരുന്നു? സുഖവച്ചൻ രജീവ് സുഖവച്ചനായിരുന്നു. കഴിഞ്ഞ ഈ മെയ് മാസം വരെ, മെയ്യിൽ ആദ്യവാരം തന്നെ അദ്ദേഹം നാട്ടിലേക്ക് പോയി. പുതിയ അച്ഛൻ വന്നു, സഭയുടെ ചുമതല എടുത്തു. വളരെ സന്തോഷകരമായിട്ട് പോകുന്നു. ഏത് ട്രേഡിലാണ് ജോലി ചെയ്തുകൊണ്ട് സൗദിയിൽ ഇവിടെയൊക്കെ? സൗദിയിൽ ഞാൻ മെക്കാനിക്കൽ സൈഡിലാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൈഡിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സൗദിയിലെ ജനറൽ ഇലക്ട്രിക്കിലും അവിടെ സൗദി അറേബ്യയിൽ അവിടെ ഗവൺമെൻറ് സർവീസ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, അവിടുത്തെ സ്കീക്കോ എന്ന ഇലക്ട്രിസിറ്റി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ 19 വർഷത്തോളം ജോലി ചെയ്തു. അതിനുശേഷം ഇവിടെയും വന്ന് ബേസിക് എഡ്യൂക്കേഷൻ എനിക്ക് ഡിപ്ലോമയാണ് മെക്കാനിക്കൽ. എവിടെ നിന്നാണ് പഠിച്ചത്? ചെന്നൈ. ചെന്നൈയിൽ നിന്നാണ് പഠിച്ചത്? 3 വർഷം. ചെന്നൈയിലെ 3 വർഷം ഞാൻ അവിടുന്ന് LME ലൈസൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും അതോടൊപ്പം തന്നെ അതേ സമയത്ത് ഞാൻ ഡിഫൻസിൻ്റെ കീഴിൽ അവിടെ ഹെവി വർക്ക് ഫാക്ടറിയിൽ 3 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് ഒരേ സമയം കംപ്ലീറ്റ് ചെയ്തിട്ട് 1979 ഞാൻ 22ാമത്തെ വയസ്സിൽ സൗദി അറേബ്യയിലേക്ക് ജനറൽ ഇലക്ട്രിക്കിലേക്ക് സെലക്ഷനായിട്ട് ജോലിക്ക് വേണ്ടി. അവിടെ ജനറൽ ഇലക്ട്രിക് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആയി? ഹോസ്പിറ്റലായിരുന്നു എക്യുപ്മെൻറ്റ്സ്? അല്ല, ജനറൽ ഇലക്ട്രിക്കിൻ്റെ പവർ ജനറേഷൻ, പവർ ഉണ്ടാക്കി. ഡീസൽ ജനറേഷൻ? ഡീസലാണ്. ഗ്യാസ് ടർബൈൻസ്. ഫ്ലൈറ്റിൻ്റെ എഞ്ചിൻ മാതിരിയുള്ള അതേ വലിയ ഉപയോഗിച്ചുള്ള പവർ ജനറേഷൻ സിസ്റ്റമാണ് അന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ ഉണ്ടായിരുന്നത്. ഇപ്പോഴതൊക്കെ തെർമലിലേക്കും മറ്റ് സിസ്റ്റങ്ങളിലേക്കൊക്കെ മാറി
അതുപോലെ അന്ന് കൂടുതലും പവർ ജനറേഷൻ ഡിവിഷൻ, അത് ഞാൻ ആ ഡിവിഷനിലായിരുന്നു വളരെ വർഷങ്ങളോളം ജോലി ചെയ്തു. ബോയിലർ സൈഡൊക്കെ ആയിരുന്നു. ബോയിലറുണ്ട്, ഗ്യാസ് ടർബൈൻസ് ഉണ്ട്, എല്ലാ സിസ്റ്റവും. അവിടെ വർക്ക് ചെയ്തത് സേഫ് ആയിരുന്നു? എങ്ങനെയായിരുന്നു? വളരെ സേഫ് ആയിരുന്നു, സന്തോഷമായിരുന്നു. ഫാമിലിയായിട്ട് വളരെ വർഷങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇങ്ങോട്ട് വന്നു. അങ്ങനെ ജീവിതം പോകുന്നു. ഈ ഞക്കനാലിൽ ഇപ്പോൾ ആരുണ്ട്? ഞക്കിനാലിൽ എൻ്റെ വീടുണ്ട്, സ്വത്ത് സ്ഥലങ്ങളുണ്ട്. ഞക്കിനാലിൽ എൻ്റെ ഫാമിലീസ് ഉണ്ട്. അവിടെ എൻ്റെ സിസ്റ്റേഴ്സും ബ്രദറും ഒക്കെ നാട്ടിലുണ്ട്. അവരെല്ലാവരും സന്തോഷമായിട്ട്. കായംകുളം ഞക്കനാൽ അതേത് ഭാഗമായിട്ടാണ്? ഓച്ചിറ, ഞക്കനാൽ കായംകുളത്ത് നിന്ന് നമ്മൾ കൊല്ലത്തിന് പോകുമ്പോൾ ഓച്ചിറ ഹൈവേ ലൈനിൽ, ഹൈവേ ലൈനിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ കിഴക്കോട്ടുള്ള ഹൈവേ ലൈനിൽ തന്നെ ഹൈവേയുടെ സൈഡാണ്. ഓക്കെ. ഫാമിലിയായിട്ട് മക്കളൊക്കെ? എല്ലാവരും, എനിക്ക് 3 മക്കളാണ്. 3 പേരും ഇവിടെ. അവർ റിയൽ എസ്റ്റേറ്റിൻ്റെ വിവിധ മേഖലകളിൽ അവർ ബിസിനസ്സും ജോലിയൊക്കെ ചെയ്യും. ഈ പള്ളിയുടെ സെക്രട്ടറി സ്ഥാനം കോമ്പറ്റീറ്റീവ് ആണോ? വളരെ അങ്ങനെ കോമ്പറ്റീറ്റീവ് ഒന്നുമില്ല. ഞങ്ങളുടെ ചർച്ചയെല്ലാം നല്ല ആൾക്കാരാണ്, നല്ല സഭയാണ്. ഈ വർഷം വീണ്ടും ഞാൻ നേരത്തെ സെക്രട്ടറി ആയിട്ടിരുന്നു, കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, നേരത്തെ ഇരുന്നിട്ടുണ്ട്. എന്നാൽ ഈ വർഷം വീണ്ടും ആ സ്ഥാനത്തേക്ക് എലക്ട് ചെയ്യപ്പെട്ടു. വളരെ സന്തോഷകരമായിട്ട് പോകുന്നു. അങ്ങനെ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നല്ല സഭയായിട്ട് സന്തോഷകരമായിട്ട് സഭയുടെ എല്ലാ കാര്യങ്ങളും. താങ്ക് യു സോ മച്ച് സാർ. പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം.